ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയാൻ ഞാൻ ഒത്തിരി ക്യൂരിയസ് ആട്ടോ. നിങ്ങളും ക്യൂരിയസ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനോട് എന്നെ ചോദിച്ചറിയാം എന്താണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ബിറ്റി ചേച്ചീനെ. ബിറ്റി ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചിരിച്ച സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട്. ഭയങ്കര ചിരിയാണെന്ന് തോന്നുന്നു ഏറ്റവും മെയിൻ ഐറ്റം. ഇന്നപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കി തരണേ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇവിടെ റവ വെച്ചിട്ടൊരു വെള്ളയപ്പം. വളരെ എളുപ്പം തന്നെ ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മളിപ്പോ രാത്രിയിൽ കുതുക്കാനൊക്കെ മറന്നു, അരി ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ ഒക്കെ വല്ലതും കുതുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് വളരെ എളുപ്പം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിന് വേണ്ടുന്ന ഒരു കപ്പ് റവ മാത്രം മതി. ഒരു കപ്പ് റവ വെച്ച് നമുക്കൊരു 15 അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാവുന്ന പരുവത്തിനാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതേപോലെ തലേന്ന് നമ്മൾ അരി കുതിർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് പറയാം. ആൻഡ് ഇത് ഈ ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എത്ര വെള്ളയപ്പം ഉണ്ടാക്കാം? 15 ഉണ്ടാക്കാം. ശരി, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? നമ്മളപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്? റവ. അതിപ്പോൾ വറുത്ത റവയാവാം, വറുക്കാത്ത റവയായിരിക്കും. അത് 1 കപ്പ്. ഓക്കെ, ഒരു മുട്ട വേണം. ശരിക്കും നമുക്ക് ഇതിനെന്താ വേണ്ടേ? വറുത്ത റവയാണോ വേണ്ടത്? ഏതായാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഏത് റവ വേണേലും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഓക്കെ ചെയ്യാം. ഏതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ? വറുത്തതിനാണോ? വറുത്തതിനും ഉണ്ട്, അതിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പിന്നെ 1 കപ്പ് റവ എടുത്ത് 1 കപ്പ് റവയ്ക്ക് 1 മുട്ട, ഒരു ഫുൾ മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, പിന്നെ വേണ്ടിയത് തേങ്ങ ചിരുവിയത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയത്. പിന്നെ ഗോതമ്പ് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ഈസ്റ്റ് എടുക്കുന്നുണ്ട്, ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഓക്കെ, ഇൻസ്റ്റന്റ് ഈസ്റ്റ് അത് 1 ടീസ്പൂണ്. പിന്നെ പഞ്ചസാര, വെള്ളം. നമുക്കപ്പം ഗോതമ്പ് മാവ് മാൻഡേറ്ററി ഐറ്റം തന്നെയാണോ ഇതിൽ? ഗോതമ്പ് അല്ലെങ്കിൽ മൈദയാണ്, പക്ഷെ ഞാൻ കൂടുതലും സൈഡിൽ വീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ആരാണ് ബിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ നേരെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് ആയിപ്പോയി. അപ്പം എന്താ, ആരാണ് ബിറ്റി എന്നുള്ളത് ഇപ്പം നമുക്കറിയാം കേട്ടോ. നമ്മൾ ബിറ്റി മനുവാണ്. പറഞ്ഞോളൂ. എൽസ മാജിക് ബൈറ്റ്സിന്റെ ബിറ്റി മനുവാണ്. ഞാൻ ഒരു വെഞ്ചർ നടത്തുന്നുണ്ട്, ഹോം ബേക്കറാണ്. എൽസാസ് മാജിക് ബൈറ്റ്സ് എന്നാണ് എൻ്റെ വെഞ്ചറിൻ്റെ പേര്. ആനേരയാണ് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്, ഷോപ്പൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെഡിങ് കേക്ക്സ്, എൻഗേജ്മെന്റ് കേക്ക്സ് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വീട്ടിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം. കുക്കിംഗ് ഒത്തിരി പാഷനാണ് അല്ലേ? കുക്കിംഗ്, അതെ അതെ. കുക്കിങ്ങും ബേക്കിങ്ങും ഒക്കെ പാഷനേറ്റ് ആയിട്ടാണ്. IT ജോലി ഉണ്ടായിരുന്നിട്ട് അതിനൊക്കെ നമ്മൾ റിസൈൻ ചെയ്ത് വന്നിട്ട് ഇതിൽ ഫുൾ ഫോക്കസ് ചെയ്തേക്കാം. ശരി, അപ്പൊ നമുക്ക് വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ വഴിയേ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? അതെ അതെ, തുടങ്ങാം. വളരെ എളുപ്പം തന്നെ ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു മിക്സിയിലോട്ട് ഒറ്റയടിക്ക് നമ്മളങ്ങ് ഇടുക. ഓക്കെ, 1 കപ്പ് റവ, 1 കപ്പ് റവ, ഒരു ഫുൾ മുട്ട. ഓക്കെ, മുട്ട, 3 സ്പൂൺ തേങ്ങ, 3 സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, വീറ്റ് എടുത്ത് വെച്ചിട്ട് 2 സ്പൂൺ അല്ലേ? 2 സ്പൂൺ വീറ്റ്, ഈസ്റ്റ്. ഓക്കെ ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിൽ എല്ലാം കൂടി ഇപ്പം പഞ്ചസാരയും കൂടി എടുത്ത്. ഓക്കെ, 1 സ്പൂൺ അല്ല പഞ്ചസാര എടുത്തത്? പഞ്ചസാര 1 സ്പൂൺ. പഞ്ചസാര ഈസ്റ്റും എപ്പോഴും നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ഈക്വൽ അല്ല, മീൻസ് അതിന് വെച്ചാൽ ഈസ്റ്റ് ഇപ്പം നമുക്കൊന്ന് ഫെർമെന്റ് ആയി വരണമെങ്കിൽ അതിന് പഞ്ചസാര ഒരു മെയിൻ എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ പഞ്ചസാര ഇടണം. പിന്നെ വെള്ളം. അത് കിച്ചണിൽ കയറുന്നവർക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല തവണയായിട്ട്, പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ കയറുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്, ബാക്കി എന്താ നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പൊ ഇത് റവ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു വേണം അരയ്ക്കാനായിട്ട്. കാരണം റവ ഇരിക്കും തോറും ഇത് കട്ടിയാവും. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഫുൾ. ഇതിൽ വേറെ ഒന്നുമില്ല, ഒറ്റയടിക്ക് ഇതങ്ങ് ഗ്രൈൻഡ് ചെയ്തങ്ങ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെറ്റ് ആകാൻ വെക്കേണ്ട ടൈം നമ്മൾ ഒരു 1 അവർ ഇത് ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പുളിക്കും അല്ലേ? പുളിച്ച് പൊങ്ങി നല്ല പത പോലെ ആയി വരും. ശരി, 1 അവർ വേണം. 1 അവർ. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പം നമ്മൾ എന്തായാലും ഈ മിക്സിനെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഓടി വരാം കേട്ടോ, അല്ലേ? എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി കൈ അപ്പോൾ ഓടിപ്പോയി അരച്ചേച്ചും വരാം.
അപ്പോൾ നമ്മളൊരു 1 hour ഇത് സെറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലല്ല വെച്ചത്, പുറത്താണ് വെച്ചത് അല്ലേ? പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നമ്മള് 1 hour നമ്മൾ പുറത്ത് വെച്ച് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് 15 എണ്ണം ഇപ്പൊ ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എടുത്ത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ എത്ര ദിവസം വരെ ഇത് ലാസ്റ്റ് ചെയ്യും? അപ്പൊ അല്ല, എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ തീർക്കുമല്ലോ, ഇത്രയല്ലേ മാവുള്ളൂ. 2 ദിവസം വരെ സുഖമായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കിയല്ലോ, നമുക്ക് കാണാമല്ലോ അല്ലേ? അങ്ങനെ പതപതയായിട്ടൊക്കെ വരുന്നു, ബബിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇത് കണ്ടോ, നല്ലോണം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് ഇതായത് നല്ല കട്ടിയാവും. എന്നിട്ട് ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് ഇളക്കി അങ്ങ് ചുട്ടാൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിടത്തില്ല. ഇത് ചുടുന്ന സമയത്തെ നമ്മൾ ഇപ്പൊ ഏത് മാവാണെങ്കിലും നമ്മൾ ചുടുന്ന ടൈമിൽ മാത്രമേ ഉപ്പിടാറുള്ളൂ. അതറിയാവുന്നവർക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനത്തെ കുറെ പൊട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പം ഫൈനൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പിട്ടിട്ട്, എത്ര സ്പൂൺ അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മളിനി ഉണ്ടാക്കാം. അതെ, അത്രേ ഉള്ളൂ. ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കാം അല്ലേ? ഇതിപ്പോ എന്ത് സൈഡ് ഡിഷ് അങ്ങനെ നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ നമ്മുടെ സ്റ്റൗ ഇവിടെ കത്തിച്ചു, ഇനി ഉണ്ടാക്കേണ്ട ഒരു ഇതുകൂടെ. അതെ അതെ, നമ്മൾ ഉപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കും. ഉപ്പെന്ന് പറഞ്ഞു പഠിക്കല്ലേ, ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ പഠിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യമില്ല. അപ്പൊ ഇത് ആരുടെ റെസിപ്പിയാ? അമ്മ പറഞ്ഞു തന്ന റെസിപ്പി? ഇത് ആക്ച്വലി എന്റെ ആന്റിയുടെ റെസിപ്പി. ഇവിടെ എന്റെ ഒരു ആന്റി താമസിക്കുന്നുണ്ട്, സിസ്റ്റർ. അതെ, സെക്കൻഡ് സിസ്റ്റർ മോളമ്മ എന്നാണ് ആന്റിയുടെ പേര്. ആന്റി നല്ലൊരു കുക്കാണ് ബേസിക്കലി. അപ്പൊ ആന്റി ഇങ്ങനെ കുറെ കുട്ടി ടിപ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും, ട്രൈ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം റെസിപ്പിയാണ് ഇത്. അതെ, മൊത്തത്തിൽ എങ്ങനെ ബേക്കിംഗ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ബേക്കിംഗ് പഠിക്കാൻ ഞാൻ പോയിട്ടില്ല. ആക്ച്വലി ബേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ റെസിപ്പി തന്നെയാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ആകെ ഒരു 2 days നമ്മുടെ ഷീബ ലവ് ഫ്ലോർ പുള്ളിക്കാരുടെ അടുക്കൽ ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയുടെ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഒരു ടിപ്പും കൂടി എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെളുത്തുള്ളിയോ ജീരകവും കൂടി ചേർക്കാം. അത് നല്ലതാണ്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും, മാവിനും ആ ടേസ്റ്റും എൻഹാൻസ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെളുത്തുള്ളിയും ജീരകവും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതെങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു അല്ലി വെളുത്തുള്ളി, ജീരകം ഒരു ഞുള്ള് ഇട്ട് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പൊ ഇത് നമുക്കിപ്പോ ഉണ്ടാക്കാം. അപ്പം പാൻ ചൂടായിട്ട്, അപ്പൊ മോളമ്മ ആന്റിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇതിപ്പം എത്ര കാലമായി ഈ ഒരു സംഭവം ഉണ്ടാക്കി തുടങ്ങിയിട്ട്? ഇതിപ്പോ കുറച്ച് നാളായി. ഞാനൊരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട്. അരി മറക്കാറുണ്ടല്ലേ? അരി വെള്ളത്തിലിടാൻ അറിയാമല്ലോ, ബേക്കിംഗ് ആവുമ്പോ അതിൻ്റെതായ തിരക്കുണ്ടാവും. അപ്പം പിന്നെ മിക്ക ദിവസം വൈകിട്ട് രാവിലെയൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിള്ളേരെ 2 പേരുണ്ട്, അവര് വിചാരിക്കായിരിക്കും എല്ലാ ദിവസവും ഇത് തന്നെയാണെന്ന്. ഡിഫറെന്റ് ഐറ്റംസ് വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിത് ഒഴിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ കുഞ്ഞതായിട്ടാ തട്ടദോശയുടെ ആ ഒരു തട്ടദോശയുടെ ആ വലിപ്പമാണ് വരുന്നത്. ആക്ച്വലി വെള്ളയപ്പം എന്നൊക്കെ പറയുന്നത്, എനിക്കൊന്ന് പാലപ്പത്തിനെയും കുറെ പേര് വെള്ളയപ്പം പറയണം. ഇത് ആക്ച്വലി ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് കോട്ടയം വെള്ളയപ്പമാണ് കൂടുതലും നമ്മുടെ പുതുപ്പള്ളിയിലൊക്കെ കിട്ടുന്നത് വെള്ളയപ്പം. പക്ഷെ അത് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ റവ വെച്ചിട്ടാന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. ഇത് ശരിക്കും കള്ളപ്പത്തിന്റെ മണമാണ് അല്ലേ? കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കിക്കാവോ? ഇല്ല, നമ്മൾ കള്ളി ചേർക്കുന്നില്ല. അല്ല, പക്ഷെ അതിന്റെ ഒരു സ്മെല്ല് വരണുണ്ട്. ആ ഒരു കള്ളപ്പം ഒക്കെ നമ്മൾ കഴിക്കുമ്പോ അതിന്റെ ഒരു മണം വരുന്നുണ്ട് ബാറ്ററിന്. ഇതിപ്പോ ഇങ്ങനെ അതെ അതെ സോഫ്റ്റ്നെസിന്റെ ആണ് ഈ ഫ്ലഫി ഒക്കെ പറഞ്ഞു, ഫ്ലഫി ആയിട്ട് വന്നിരുന്നു. ഇത് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് എടുക്കാം. ഓക്കെ, എത്ര കാലം മുന്നെയാ നമ്മളുടെ IT ജീവിതം നടത്തിയത്? IT ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഡിസംബറിലല്ല, ഈ ഡിസംബറിലല്ല, ലാസ്റ്റ് ഡിസംബർ 1 year. കോവിഡ് വരുന്നതിന് അല്ല, കോവിഡ് വന്നതിന് ശേഷമുള്ള 2019 അല്ല 2020 ഡിസംബറിൽ നിർത്തി. ഓക്കെ, അപ്പൊ എത്ര കാലം ഉണ്ടായിരുന്നു IT? ഞാൻ ആക്ച്വലി IT അല്ല, ഞാൻ അണ്ടർ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എന്നാലും ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും മെയിൻലി IT തന്നെയാണ് പറയുന്നത്. എത്ര നാളുണ്ടായിരുന്നു അവിടെ? 3.5 years 4 years അടുപ്പിച്ചുണ്ടായിരുന്നു.
അതിന് മുമ്പ് ഞാൻ ICICI ഞാൻ ബാങ്കിൽ എത്ര വയസ്സായെന്ന് ഇപ്പൊ നാട്ടുകാർ മൊത്തം അതിന് മുന്നേ ICICI ബാങ്കിലുണ്ടായിരുന്നു, ഇൻഡസിൻഡ് ബാങ്കിലുണ്ടായിരുന്നു, പിന്നെ മുത്തൂറ്റ് ഫിൻകോർപ്പിലുണ്ടായിരുന്നു. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കൂടുതലും ബാങ്കിങ് സെഗ്മെന്റ് ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരുപാട് ട്രാൻസ്ഫേഴ്സിനെ എഫക്ട് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ സ്റ്റഡീസ്. അങ്ങനെ മുന്നേ ട്രിവാൻഡ്രത്തല്ലായിരുന്നു. ട്രിവാൻഡ്രമല്ല. അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ട് 3 years ആയിട്ടുള്ളൂ. ട്രിവാൻഡ്രം വന്നിട്ട് ഇപ്പൊ നമ്മള് 6 years ആയി. ഓക്കെ. അപ്പൊ രണ്ട് കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. രണ്ട് വലിയ പിള്ളേരുടെ അമ്മയാട്ടോ. അങ്ങനെയല്ല, ഐ മീൻ രണ്ട് വലിയ പിള്ളേരുടെ അമ്മയാണെന്നുള്ള ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതായി. അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതേ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി റവ വെള്ളയപ്പം. ഇതിനിട്ടേക്കുന്ന പേര് അത് തന്നെയാണോ? അതെ, റവ വെള്ളയപ്പം തന്നെയാണ്. അപ്പോൾ അതേ നമ്മുടെ ചൂട് ഈസി റവ വെള്ളയപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ശരി, ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനിപ്പോൾ നമുക്ക് വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെറുതെ കഴിക്കേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് എന്ത് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നോർമലി എന്ത് കോമ്പിനേഷൻ? എല്ലാ സ്റ്റൂവും പോവും, സ്പൈസി ആയിട്ടുള്ള എന്ത് കറി വേണേലും കഴിക്കാം. നല്ല നമുക്കിപ്പം നോർമലി ദോശേന്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ, വേറൊരു ടെക്സ്ചർ, നല്ല സോഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലഫി ആയിട്ടുള്ള ഐറ്റം ആണ്. കഴിച്ചു നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കള്ളപ്പത്തിന്റെ, നമുക്ക് അതിന്റെ ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കിടിലായിട്ടുണ്ട് കേട്ടോ. നല്ല പറഞ്ഞ കൂട്ട് നല്ല ബീഫോ അല്ലെങ്കിൽ നല്ല എരിയുള്ള ഐറ്റത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കിടിലായിട്ട് പോകും. വെറുതെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല കിടിലായിട്ടുണ്ട്. നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാരണം വെറുതെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാം, നല്ല രസമുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞ കോട്ടയം ആ ഒരു സൈഡിലുള്ള ഒരു റെസിപ്പി. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നോർമൽ വെള്ളയപ്പമാണ് ആ സൈഡിലോട്ടുള്ളത്. നോർമലി നമ്മൾ അരിയൊക്കെ കുതിർത്തിട്ട് ചെയ്യുന്ന ഇതൊരു ഇന്നോവേറ്റീവ് റെസിപ്പി എന്നേ ഉള്ളൂ ഇത്. ഓക്കെ, എന്തായാലും കോട്ടയംകാരിയാണ്. അപ്പം കോട്ടയംകാരിയാണ് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി തന്നേക്കുന്നത്. അപ്പം നമ്മൾ ഫാമിലീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2 പിള്ളേരുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ബാങ്കിങ് സെക്ടറിലാണ്. പേര് മനു ജയദേവൻ എന്ന പേര്. പുള്ളി വർക്ക് ചെയ്യുന്ന ഇസാഫ് ബാങ്കില്. ഇസാഫിന്റെ ക്ലസ്റ്റർ ഹെഡ് ആണ് പുള്ളി. ഇവിടെ ട്രിവാൻഡ്രം ഇടുക്കിയുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ട്രിവാൻഡ്രം ഇടുക്കി. അപ്പൊ ഫ്രീക്വന്റ് ട്രാവൽസ് ഒക്കെ ട്രാവൽസ് ഉണ്ട്, ഒരുപാട് ട്രാവൽസ് ഉണ്ട് പുള്ളിക്ക്. അപ്പൊ പിള്ളേരെ അന്നേരം ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ. പിള്ളേരെ മക്കള് 2 പേര്, 2 ബോയ്സ് ആണ്. അവര് 9th-ലും 5th-ലും പഠിക്കുന്നു. KV-യിലാണ് പഠിക്കുന്നവര്. ഓക്കെ. അപ്പോൾ എന്തായാലും കിടിലം കുക്കാണ്, കിടിലം ബേക്കറാണെന്നുള്ള ഒരു കാര്യം ഞാനിങ്ങനെ നമ്മളുടെ കുറേ സ്പൈ വർക്കുകളിലൂടെ നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിടത്ത് പോകുന്നതിന് മുന്നേ ശരിക്കും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിയണമല്ലോ. ചെന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നല്ല കിടിലായിട്ടാണ് ഉണ്ടാക്കി തരുന്നത്, നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഒരു കാര്യം കൂടെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കൊള്ളാമെന്ന് മാത്രം അഭിപ്രായം പറയാറുള്ളൂ, ശരിക്കും കൊള്ളാമെന്നുണ്ടായിട്ടാണോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും കൊള്ളാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൊള്ളാമെന്ന് പറയുന്നത് കേട്ടോ. കൊള്ളാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളധികം അങ്ങനെ വേർഡ് പറയില്ല. അല്ല, അങ്ങനെയല്ല. ടച്ച് വുഡ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ള എല്ലാവരും നല്ല കിഡിലായിട്ടോ കേട്ടോ നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കിഡിലുമായിട്ട് കുക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒറ്റ റെസിപ്പിയിൽ കൊണ്ട് നമ്മൾ സന്തുഷ്ടരാകില്ല. അത് കാരണം നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടാക്കി തരണം. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് ഉടനെ കണ്ടുവിട്ടാം അല്ലേ? അപ്പോൾ നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ മനു-പ്രേക്ഷകരും ഇത് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ മോളം ആൻറ്റിയുടെ അല്ലേ, മോളം ആൻറ്റിയുടെ റെസിപ്പിയാണ്. മോളം ആൻറ്റിയുടെ ഈസി റവ വെള്ളയപ്പം ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഐറ്റവുമായിട്ട്. അതുവരെ ടാറ്റ ബൈ ബൈ.